ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന മിക്കവരും തന്നെ ഈ നോട്ട്ബുക്സ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ ക്രോഷേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് നോട്ട്ബുക്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഞാൻ ഓൾറെഡി ഓൺലൈൻ മേടിച്ചതാണ്. ഓൺലൈൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മറ്റേത് 1 മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റോറിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ ക്രോഷ്യോ ജേർണലിങ് ചെയ്യാമെന്നറിയോ? അതായത് ഇത് നോർമൽ ജേർണലിങ് പോലെയല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ, സ്റ്റിച്ചിൻ്റെ എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ പാറ്റേൺ എഴുതാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോഷ്യോ ജേർണലിങ് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ പാറ്റേൺ മനസ്സിലാക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ബോത്ത് റിട്ടണിലും വരച്ചും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, അതേപോലെ ഇതിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതേപോലെ പ്രൊജക്റ്റിൻ്റെ പാറ്റേൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരച്ചും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ജേർണലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതായത് വളരെ സിമ്പിളായിട്ട് വെക്കുക. ഒത്തിരി ഈ പറഞ്ഞ പോലെ നോർമൽ ജേർണലിങ് ചെയ്യുന്ന പോലെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതാതെ നമുക്ക് എന്താണ് ഇനി ഒരു റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ ഉണ്ടാക്കാൻ പറ്റണം സിമ്പിളായിട്ട്. അതുകൊണ്ട് വെരി സിമ്പിളായിട്ട് വെക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യാൺ ലേബിൾ ഇവിടെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് തുടങ്ങിയത്, എന്നാണ് എൻഡ് ചെയ്തത്, വേണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാൻ കുറച്ച് അവിടെ സൈഡിൽ വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് യാൺ വെച്ചിട്ടാണ്, എന്ത് ടെക്സ്ചർ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഹുക്ക് സൈസ്. നമ്മൾ എത്രയാണ് നമ്മുടെ റെക്കമെൻഡഡ് ഹുക്ക് സൈസ് ആണോ, അത് നോർമലി നിങ്ങളൊരു ഹുക്ക് സൈസ് എടുക്കുകയാണോ ചെയ്തത് എന്നുള്ളത് എഴുതാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ്, അതായത് ആ ഒരു യാണിന് എത്ര രൂപയായി എന്ന് എഴുതി വയ്ക്കാം. അതിൻ്റെ പാറ്റേൺ ഓഫ് കോഴ്സ് എന്തായാലും എഴുതണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പിക്ചർ എടുത്ത് അറ്റാച്ച് ചെയ്യാം. അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ് എന്നുള്ളൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കൂടെ കിട്ടും. ഓൾസോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇനി ഈ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, എന്ത് ചെയ്യാതിരിക്കും, ഈ 2 കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലീനായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലും ഒരു ജേർണലിങ്. അതായത് ജേർണലിങ് ഞാൻ പിന്നെയും പറഞ്ഞു, നമ്മൾ നോർമലി ചെയ്യുന്ന സ്ക്രാപ്പ് ജേർണലിങ്ങോ അല്ലെങ്കിൽ പിക്ചർ ജേർണലിങ്ങോ അല്ല. ഇത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് മെയിനായിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ 3 ബുക്കാണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്. ഒന്ന്, ഈ ഒരു ബുക്ക് മെയിനായിട്ട് ഈ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ സ്റ്റിച്ചസിൻ്റെ ടെക്സ്ചർ അടക്കം ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എനിക്കിത് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് ടൈം ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ടെക്സ്ചർ ഇങ്ങനെയാണ്, അപ്പോൾ എനിക്ക് ഈ ടെക്സ്ചറാണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വട്ടം ഉണ്ടാക്കി നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓക്കെ ഈ ഒരു പാറ്റേൺ ആണ് എനിക്ക് വേണ്ടത് എന്ന് അപ്പം തന്നെ മനസ്സിലാവും. പിന്നെ വേറൊരെണ്ണം തൊട്ട് മുന്നേ കാണിച്ച ഒരു പിങ്ക് ചെക്കിലുള്ളതില്ലേ, ആ ഒരു ബുക്കിൽ ഞാൻ കംപ്ലീറ്റ് തിയറി സൈഡാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലാതെ പാറ്റേൺ എഴുതി വേറൊരു ബുക്കും കൂടെ ഉണ്ട്. അത് കംപ്ലീറ്റ് തീർന്നു. ഇനി എനിക്ക് പുതിയത് മേടിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റീവായിട്ട് വളരെയധികം കാര്യങ്ങൾ കൊണ്ടുവരാം. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ക്രോഷ്യോ ജേർണൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നോക്കി അല്ലെങ്കിൽ നിങ്ങളൊരു ഇ ബുക്ക് പാറ്റേൺ നോക്കിയിട്ട് നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ പ്രൊജക്റ്റ് ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന യാണും ഹുക്ക് സൈസും അവർ പറഞ്ഞിരിക്കുന്ന യാണും ഹുക്ക് സൈസും സെയിം ആണെങ്കിൽ കൂടിയും ടെൻഷൻ കാരണം അത് വലുതാവോ ചെറുതാവോ ചെയ്യാം. മനസ്സിലായോ? അതായത് നമുക്ക് ചിലപ്പോൾ അവർ തന്നിരിക്കുന്ന അത്രയും വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ കിട്ടിക്കാണണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 2 റോ എക്സ്ട്രാ ഇടേണ്ടി വരും, ചിലപ്പോൾ 2 റോ എക്സ്ട്രാ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിക്രീസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒന്ന് ട്വീക്സ് ഉണ്ടല്ലോ. ഈ ഒരു കാര്യങ്ങൾ, ചെറിയ ചെറിയ തിരുത്തലുകൾ, ഇതെല്ലാം എഴുതി വയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച യാൺ വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് പാറ്റേണിൽ നിന്ന് വ്യത്യാസം വന്നത് എന്ന് എഴുതി വെച്ച് നമുക്കപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ പിന്നെയും ആ വീഡിയോ കാണണ്ട. ഇനിയിപ്പോൾ വീഡിയോ കണ്ടാലും നമുക്ക് ഓൾറെഡി ചെറുതല്ലെങ്കിൽ വലുതാണല്ലോ വരിക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാം. അതല്ലാതെ ഇപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ ചെയ്തത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചെയ്തത് ഇങ്ങനെയാണ്. ഈ ഒരു ട്വീക്ക് എപ്പോഴും നമ്മൾ രണ്ടാമത് പോയി റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമ്മൾ ആ ഒരു പാറ്റേൺ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റീവ് ആവുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അതേപോലെ നമുക്ക് ക്രോഷ്യോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വർക്ക് ഇൻ പ്രോഗ്രസ്സുകളുണ്ടാവും. അതായത് പകുതിയാക്കി വെച്ച ഇഷ്ടം പോലെ പ്രൊജക്റ്റുകളുണ്ടാവും. പകുതിയാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത പ്രൊജക്റ്റിലോട്ട് പോവുക. അപ്പോൾ
നമ്മൾ ഈ പ്രൊജക്റ്റ് കഴിഞ്ഞ് പ്രൊജക്റ്റിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലെന്ത് പാറ്റേൺ ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് മറന്നു പോകുമ്പോൾ നമ്മൾ അത് വിട്ടിട്ടും പിന്നെയും വേറെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഈ പകുതി തീർന്ന കുറേ പ്രൊജക്റ്റുകൾ വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാറ്റേൺ എഴുതുന്ന ശീലം കൊണ്ടുവരിക. കാരണം നമുക്ക് ഒരു പ്രൊജക്റ്റ് കണ്ട് വേറൊരു പ്രൊജക്റ്റിലേക്ക് ജമ്പ് ചെയ്യാൻ, അതായത് പകുതി തീർത്ത് ജമ്പ് ചെയ്യാൻ ഉള്ള മൈൻഡ് സെറ്റ് നമ്മളിൽ മിക്കവർക്കും ഉണ്ട്. അത് നമുക്ക് എങ്ങനെ പോയാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാക്ക് വന്ന് നമുക്ക് ഈ ഒരു പകുതി തീർന്ന പ്രൊജക്റ്റിലോട്ട് പിന്നെയും ചെയ്യാനുള്ളത്. കാരണം പുതിയത് കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കത് ചെയ്യാൻ തോന്നും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്ക് എടുക്കുക. നമ്മൾ നോർമലി ജസ്റ്റ് 2 ലൈൻ വരയിട്ട നോട്ട്ബുക്ക് അല്ലെങ്കിൽ വരയിടാത്ത നോർമൽ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. ഇതാണത്, ക്രോഷയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തിരിച്ച് ഇപ്പോൾ കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് ആയിരിക്കും പകുതി തീർത്ത പ്രൊജക്റ്റിനേക്കാളും നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് പിന്നെയും നിങ്ങൾക്ക് തിരിച്ച് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാനൊരു ജാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു എനിക്കിതുണ്ടാക്കി തരുമോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ കാരണം നമുക്കിതിന് എത്ര മണിക്കൂർ എടുത്തെന്നോ എത്ര പൈസ വന്നെന്നോ എത്ര യാണിന് എത്ര ഇത് വന്നെന്നോ നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത്ര മണിക്കൂർ എടുത്തു, ഇത്ര പൈസയായി എനിക്ക്, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൻ്റെ എഫേർട്ടാണ്, അപ്പോൾ ഇന്ന പാറ്റേൺ എനിക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. അതായത് വേറൊരു സ്ഥലത്ത് പോയി നോക്കണ്ട ഇതിൻ്റെ പാറ്റേൺ എന്തായിരുന്നാവോ എന്ന് ആലോചിക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു പാറ്റേൺ ബുക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ ഒരു ഫ്രണ്ടിന് ഈ ഒരു സെയിം ജാക്കറ്റ് വേണമെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ജാക്കറ്റിനിട്ട് അത്രയും എഫേർട്ട് രണ്ടാമത് നമ്മൾ ജാക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു എഫേർട്ട് കുറച്ച് കുറയും. അതേപോലെ ഇനിയത്തെ ഞാൻ പറയുന്ന പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എന്തുണ്ടാക്കി, നമ്മളാണിത് ഉണ്ടാക്കിയത് എന്നുള്ളൊരു മെൻ്റലി കിട്ടുന്ന നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ജേർണലിങ് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ബുക്ക് എഴുതാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിജിറ്റലായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ട്, അല്ലെങ്കിൽ വേർഡ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി ചെയ്യാം. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ബേസിക് കോപ്പി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എങ്ങാനും മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ ആ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അതൊരു സാമ്പിൾ കോപ്പിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പോൾ പ്രൊജക്റ്റ് നെയിം മാറ്റുക, നിങ്ങളുടെ ഹുക്ക് സൈസ് മാറ്റുക, ഈ ആണിൻ്റെ കാര്യങ്ങൾ അതായത് ഡീറ്റെയിൽസ് മാറ്റുക, അതേപോലെ നിങ്ങളുടെ പിക്ചർ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഡിജിറ്റലാകുമ്പോൾ പിക്ചർ അപ്ലോഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. എനിക്ക് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ മെസ്സേജ് അയക്കുകയോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ കോപ്പി ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ക്രോഷ്യ ചെയ്യുന്നതിനോടൊപ്പം ഒരു നോട്ട്ബുക്കും സൈഡിൽ വെച്ച് ഈ പാറ്റേൺസൊക്കെ മറക്കാണ്ട് എഴുതി വെക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് പിന്നീട് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. ആ ഒരു ശീലം നിങ്ങൾ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. എൻ്റെ ഒരു സജഷൻ മാത്രമാണ്. എനിക്കിത് വളരെ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ.